നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്കിലെ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന് തുടക്കമായി. രാവിലെ 9 മണിക്ക് കൂര്യാട് ജംസ് പബ്ലിക് സ്കൂളിൽ വെച്ച് ആരംഭിച്ച അദാലത്തിലേക്ക് നിരവധി പേരാണ് പ്രശ്ന പരിഹാരത്തിനായി എത്തിയത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി P.A. മുഹമ്മദ് റിയാസ്, കായിക ഹജ്ജ് വഖഫ് മന്ത്രി V. അബ്ദുറഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടക്കുന്നത്. പരാതിക്കാർക്ക് മന്ത്രിമാരെ നേരിൽ കാണുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് പുറമെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കായി 20ഓളം കൗണ്ടറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും പ്രത്യേക സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വൈദ്യസഹായം നൽകുന്നതിനുള്ള കൗണ്ടറും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 1000-നടുത്ത് പരാതികൾ ലഭിച്ചിരുന്നുവെന്നും എന്നാൽ ഇത്തവണ അത് 290 ചുരുങ്ങിയെന്നും ഇത് നിരന്തരം സർക്കാരിന്റെ ഇടപെടൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം ഉണ്ടാകുന്നതിന്റെ തെളിവാണെന്നും മന്ത്രി V. അബ്ദുറഹ്മാൻ പറഞ്ഞു. കഴിഞ്ഞ തവണ നമ്മൾ അദാലത്തുകൾ നടത്തുമ്പോൾ ഏകദേശം 1000-നടുത്ത് പരാതികളാണ് നമുക്ക് ലഭ്യമായിട്ടുണ്ടായത് തിരൂരങ്ങാടി താലൂക്ക്. പക്ഷെ ഇന്ന് കേവലം 290 പരാതികൾ മാത്രമാണ് നമുക്ക് ലഭ്യമായത്. അതിനർത്ഥം നിരന്തരമായി സർക്കാരിൻ്റെ ഇടപെടൽ ജനങ്ങളുടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് അവരുടെ ഫയലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അവരുടെ പരാതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ഉണ്ടാക്കി വരുന്നു എന്നുള്ള ഏറ്റവും വലിയ സൂചനയാണ് ഇന്ന് 290 എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളുമായി. ഇന്നത്തെ അദാലത്തോടുകൂടി കഴിയുമ്പോൾ നമുക്ക് മുൻപ് നൽകിയിട്ടുള്ള ഒട്ടുമിക്ക പരാതികൾക്കും പരിഹാരമാകും. ഇന്ന് നൽകുന്ന ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ അത് സൂചിപ്പിച്ചു. ഇന്ന് ലഭിക്കുന്ന അടിയന്തരമില്ലാത്ത എല്ലാ പരാതികൾക്കും അത് സമയബന്ധിതമായി തന്നെ കലക്ടറേറ്റിലെ ബന്ധപ്പെട്ട കലക്ടറും അതോടൊപ്പം തന്നെ ജില്ലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് അതിനുള്ള കൃത്യമായുള്ള നടപടികളെടുത്ത് ജനങ്ങൾക്ക് പരിഹരിച്ചു. അങ്ങനെയാണ് ഈ ഒരു പരിപാടിയെ ചുറ്റപ്പെടുത്തുന്നത്. ഇതിൽ ബഹുമാനപ്പെട്ട ജില്ലയിലെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നല്ല രീതിയിൽ ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ജില്ലയിലെ ഓരോ വകുപ്പിൻ്റെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് ദിവസങ്ങളോളമാണ് ഇത്തരം പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടുണ്ട്. അത്തരം ആ ഒരു എഫേർട്ട് എടുത്ത എല്ലാ ഉദ്യോഗസ്ഥരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുക. മനുഷ്യന്റെ നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി P.A. മുഹമ്മദ് റിയാസ് പറഞ്ഞു. പരിഹരിക്കപ്പെടാവുന്ന വിഷയങ്ങളിൽ അനാവശ്യമായി സമയം നീട്ടിക്കൊണ്ടുപോയി ആളുകളെ നടത്തിക്കുന്നതിൽ ഒരിക്കലും സന്ധി ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും നല്ലൊരു ഫലം പൊതുവെ അദാലത്തിൽ കാണുന്നു. വലിയൊരു ശതമാനം പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നു. കുറേയേറെ പ്രശ്നങ്ങൾ തുടർ നടപടിയായി മുന്നോട്ട് പോകുന്നു. പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളിൽ വെറുതെ സമയം നീട്ടിക്കൊണ്ടുപോയി ആളുകളെ നടത്തുന്ന രീതിയോട് ഒരു തരത്തിലും സന്ധി ചെയ്യുന്ന വിഷയം വരുന്നില്ല. അദാലത്തിൽ ജനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ മറുപടിയുമായിട്ടാണ് അതാത് വകുപ്പുകൾ വരേണ്ടത് എന്നുള്ളത് നേരത്തെ നിശ്ചയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഒട്ടുമിക്ക വകുപ്പുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളുടെ ടേബിളിൽ അറിയിച്ചിട്ടുണ്ട്. ചിലത് അറിയിക്കാതെ പോയിട്ടുണ്ട്. അത് ആ നിലയിലും പൊതുവെ പരിശോധിക്കുന്നു. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനും നീതി ലഭിക്കാതെ പോകരുത് എന്ന കാഴ്ചപ്പാടാണുള്ളത്. മനുഷ്യന്റെ നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ ഈ സർക്കാർ തയ്യാറാണ് എന്നുള്ളത് പ്രത്യേകം ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു.